അവധിക്കാലത്ത് കുട്ടികൾക്കായിട്ടും ഈ പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു. വായനായനം എന്ന പേര് അവധിക്കാല പുസ്തക ചങ്ങാത്ത പരിപാടി. അതിലൂടെ കണ്ടറിയാൻ മിടിക്കുകയാണ് ഈ അഫ്ലാഹ ഫാത്തിമ. ഞങ്ങൾക്ക് പോലും വളരെ ഊർജം പകർന്നു തരുന്ന തരത്തിലായിരുന്നു ഈ കൊച്ചുമോളുടെ ആദ്യ ദിവസം തന്നെ കുറേയധികം വായിച്ച കുറേയധികം പുസ്തകങ്ങളുടെ കുറിപ്പുകളും കവിതകളും ഒക്കെ ആയിട്ടാണ് ആ അവസരത്തിൽ തന്നെ പ്രിയപ്പെട്ട സിബിയോട് ഇത്തരം കാര്യങ്ങൾ കാണിക്കുകയും വിശദ ജോലിസിന്റെ മനസ്സിലാക്കിയതാണ് വീട്ടിലൊരു ഈ ലൈബ്രറി ഉണ്ടായിരുന്നു എങ്കിൽ എന്നുള്ള ആഗ്രഹം. സിബിയോട് പറഞ്ഞ മാത്രയിൽ തന്നെ അതൊരു അനുഭവമായിരുന്നു എന്നെ പറഞ്ഞു. അപ്പോൾ അത് തന്നെ തീരുമാനിച്ചതാണ് ഈ നോക്ക് അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളെ കൊണ്ടാകുന്നത് ചെയ്യണം. എന്നാൽ നിങ്ങളെ എല്ലാവരും കൂട്ടായി ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ സിബിയുടെ അമ്മയുടെ ഓർമ്മ ദിനം കൂടിയാണ് ചെയ്യുന്നത്. ആ അമ്മയുടെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യമായിട്ട് തന്നെ സ്വീകരിച്ച് കണക്കാക്കി അങ്ങനെ നോക്ക് സമ്മാനമായിട്ട് 100 പുസ്തകങ്ങളും അത് വയ്ക്കാനുള്ള മനോഹരമായിട്ടുള്ള ഒരു റാക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ കൊണ്ടുവന്ന് കൊടുക്കണം. അധികമാനെയൊന്നും അറിയിക്കേണ്ട എന്നാണ് ശരി പറഞ്ഞത്. എങ്കിൽ തന്നെയും ഗ്രന്ഥശാലയുമായിട്ടും അക്ഷര സ്നേഹികളും ആയിട്ടുള്ള ആൾക്കാരെയും നമുക്കിത് അറിയിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം ഇത്തരം ചെറിയ ചെറിയ ചുവടുവെപ്പുകളാണ് അവർക്ക് പ്രചോദനമാകേണ്ടത് എന്നുള്ളത് കൂടി നിങ്ങളുടെ ചെറിയ കാര്യങ്ങൾ പറയണമെന്ന് നമുക്ക് സൂചിപ്പിക്കുന്നു. അക്ഷരങ്ങൾ അമൂല്യമാണ്. ഇവിടെ ഇരുന്ന് ഏറ്റവും പ്രായമുള്ള ഒരാളാണ് ഞാൻ. 76 വയസ്സിൽ. ഞാൻ എല്ലാ വർഷവും താലൂക്ക് ലൈബ്രറി കൗൺസിലിൽ മത്സരിക്കാറ്. അപ്പോൾ ഇത്തവണ മത്സരിക്കാനുള്ള 9 ബുക്ക്, ഒരു പുസ്തകം കഥയുടെ കഥ ഞാൻ ആദ്യം കണ്ടത് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി പത്മനാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകം. ഞാൻ ഇരിക്കുമ്പോൾ പ്രകാശം പരത്തുന്ന കഥയെ ഓർമ്മിക്കുക. കഥാകൃത്ത് പഠിക്കുന്ന കാലത്ത് ഒരു പെൺകുട്ടി 11-12 വയസ്സായ പെൺകുട്ടി ബസ് സ്റ്റോപ്പിൽ പുസ്തകവുമായി ഇങ്ങനെ മാറോടക്കി നിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അത് പല ദിവസം കണ്ടപ്പോൾ അത് ഒരു കഥ ആയി രൂപാന്തരപ്പെട്ടു. ആ കഥ പ്രകാശം അക്ഷരമാണ്, മാറോട് ചേർത്ത അക്ഷരമാണ്. അമൂല്യമായ അക്ഷരങ്ങളുള്ള ആ കഥ ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും എല്ലാം തന്നെ വളരെ പ്രശസ്തമായി മാറിയുന്നു. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ പെൺകുട്ടിയും ഈ ദേശത്തിനും നമ്മുടെ ചുറ്റുവട്ടമെല്ലാം വായിച്ച് വായിച്ച് വളർന്ന് അമൂല്യമായി തീരട്ടെ എന്ന് ആശംസിക്കുക. ഞാൻ പണ്ട് പഠിച്ചു എന്നല്ല, സമയമുണ്ട് അക്ഷരങ്ങൾ, പേപ്പറുകൾ, ഇംഗ്ലീഷുകൾ വായിക്കണം. ഏത് വായനയിലും ഒരു ഗുണമുണ്ട്. നമ്മളെ വളർത്തുന്ന ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ്. ദിനത്തിൽ ഈ ഭൂമിയോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട അമ്മ ശ്രീമതി പി വാസന്തിയുടെ പാവന സ്മരണയ്ക്കായി മക്കൾ ഏർപ്പെടുത്തിയ ഹോം ലൈബ്രറി പദ്ധതിക്ക് കുളത്തൂർ GNUPSലെ 5ാം ക്ലാസ് വിദ്യാർത്ഥി അഫ്ലഹ ഫാത്തിമ അർഹയായിരിക്കുന്നു. അഫ്ലഹയ്ക്ക് സ്നേഹാഭിവാദ്യങ്ങൾ. പ്ലാമൂട്ടുകട നേതാജി യുവജന സംഘം ഗ്രന്ഥശാലയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ വായനായനം പദ്ധതിയിലൂടെ മികച്ച വായനക്കാരിയായി കണ്ടെത്തിയ അഫ്ലഹയ്ക്ക് അക്ഷരങ്ങൾ ജീവിതത്തിലുടനീളം
കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വായന ഇന്നും മതിയാകട്ടെ. വാത്സല്യത്തോടെ കലാമ സെക്രട്ടറി CV സുരേഷ്, CV ജയശ്രീ, TV സകലം പ്ലമ. ഇന്ന് എല്ലാവർക്കും അറിയാം PN പണിക്കരുടെ ഓർമ്മ ദിനമാണ്. എന്തുകൊണ്ടും പ്രശംസയ്ക്ക് അർഹനായ ഒരു കുടുംബമാണ് CV സുരേഷ് സാറിന്റെ ഇന്നത്തെ ഈ പദ്ധതിയിൽ കൂടി നടപ്പിലാക്കുന്നത്. വായന ഒരിക്കലും മരിക്കില്ല, വായിക്കൂ വളരൂ എന്നാണ് PN പണിക്കർ സാറിന്റെ മുദ്രാവാക്യം. അതൊരിക്കലും മരിക്കില്ല. നമ്മുടെ കൊച്ചുമോള് ഇനിയും വായിക്കണം. വായനകളിൽ മാത്രം മുഴുകിയാൽ പോരാ, ഒപ്പം നമ്മുടെ ജീവിത മാർഗവും കൂടി കാണേണ്ടതുണ്ട്, പഠിക്കുകയും കൂടെ വേണം. മോള് ബാലവേദിയിലെ ഒരു അംഗമാണെന്ന് അറിഞ്ഞതിൽ വലിയ സന്തോഷം. ബാലവേദിയിൽ ഇവിടെ ഇരിക്കുന്ന ടീച്ചർമാരും അമ്മമാരൊക്കെ ഉണ്ട്. കുട്ടികളെ ബാലവേദിയിൽ അടുത്തുള്ള ഗ്രന്ഥശാലയിൽ കൊണ്ടുപോയി ബാലവേദിയിൽ അംഗമാക്കുകയും പുസ്തകങ്ങൾ വായിക്കുകയൊക്കെ ചെയ്യുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഡിജിറ്റൽ യുഗമാണ്. ഇവിടെ ഇപ്പോൾ ഒരു അമ്മ പറഞ്ഞു മൊബൈൽ നോക്കാതെ മോള് വായിച്ചു എന്നൊരു അമ്മ പറയുന്നത് ഞാൻ കേട്ടു. അമ്മയാണെന്ന് പറഞ്ഞത്, അങ്ങനെ കേട്ടു. മോളെ, അമ്മ പറഞ്ഞതിൽ മൊബൈൽ ഉപയോഗിക്കരുത് എന്നുള്ളതല്ല എൻ്റെ അർത്ഥം ഇപ്പോഴത്തെ കുട്ടികൾ എപ്പോഴും മൊബൈൽ ഫോണ്, നമ്മളിപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണ്, നമുക്ക് 10 മിനിറ്റ് നമ്മൾ മൊബൈൽ ഫോൺ മാറ്റിയാൽ 11ാം മിനിറ്റ് ടീച്ചർ ഉറപ്പായിട്ട് നമ്മൾ മൊബൈൽ എടുത്ത് നോക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മൊബൈൽ മാറിയിട്ടുണ്ട്. അതിനെ നമുക്ക് നിഷേധിക്കാനൊക്കില്ല, അതൊരു ഭാഗമാണ്. അവിടെ നിന്നാണ് നമ്മൾ മാറി ചിന്തിക്കേണ്ടത്. എങ്ങനെ നമുക്ക് അതിനെയൊക്കെ മാറ്റി വയ്ക്കാൻ കഴിയും? അതിനൊരു വലിയ ഒരു ഉപാധിയാണ് വായന. നല്ല പുസ്തകങ്ങൾ എപ്പോഴും നമുക്ക് വായിക്കാൻ കഴിയും. ഹൈസ്കൂളുകളെക്കാളും നമ്മൾ LP UP ക്ലാസ്സുകളിലാണ് കുറച്ചുകൂടി പ്രാധാന്യം കൊടുക്കുന്നത്. ഹൈസ്കൂളൊക്കെ ആകുമ്പോൾ അവർ എപ്പോഴും തിരക്കായിരിക്കും, പിള്ളേരെ നമുക്ക് വിട്ടുകിട്ടാൻ പ്രയാസമായിരിക്കും. അങ്ങനെ LPയിൽ എനിക്ക് 4 LP സ്കൂളുള്ളതിൽ ഒരു LP സ്കൂളിലെ മോളായിരുന്നു. ഇങ്ങനെ എന്തോ പ്രോഗ്രാമിന് എൻ്റെ ശ്രദ്ധയിൽ മോളെ പെടുകയും ഇപ്പം ടീച്ചറോട് ഞാൻ ചോദിക്കുകയും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്യപ്പോൾ മിടുക്കിയാണെന്ന് അറിഞ്ഞു, വായിക്കും. അപ്പം അങ്ങനെ 3ാം ക്ലാസ്സിൽ വെച്ച് ആദ്യത്തെ ഒരു സമ്മാനം, മികച്ച വായനക്കാരി എന്നൊരു മെമൻറ്റോ ഞാൻ മോളുടെ ഫോട്ടോയൊക്കെ വെച്ച് കൊടുത്തു. അപ്പം ഞാൻ ഈ നിമിഷം എൻ്റെ മനസ്സൊന്ന് നിറയുകയാണ്. കാരണം ഞാൻ കൊടുത്ത ആ സമ്മാനത്തിൽ നിന്ന് ഒരു വലിയ തുടക്കത്തിലേക്ക് മോള് പോയിരിക്കുന്നു എന്നുള്ളത് വളരെ നിറവോടുകൂടി ഞാൻ ഓർക്കുന്നു. അതിന്റെ ഭാഗമായത് എൻ്റെ സ്കൂളിലെ അധ്യാപകനും അധ്യാപികയും ആണെന്നറിഞ്ഞതിൽ അതിലും സന്തോഷം. പിന്നെ എല്ലാം നിറഞ്ഞ മനസ്സുകളും എല്ലാം നിറഞ്ഞ വാക്കുകളും ഒക്കെ കേട്ടു. ഞാനൊരു പരിസ്ഥിതി സ്നേഹിയാണ്. സ്കൂളിലൊക്കെ പോകുമ്പോൾ ഇവരെല്ലാം മോള് പരിസ്ഥിതി ദിനത്തില് താഴെ ഒരു മരം നട്ടിട്ട് എനിക്ക് വാട്സാപ്പ് ചെയ്തു തന്നു. അങ്ങനെ ഓരോ ജന്മദിനത്തിലും മരങ്ങൾ നടണം, വൃക്ഷങ്ങളെ പരിപാലിക്കണം എന്നൊക്കെ ഞാനും മക്കളോട് പറയാറുണ്ട്. ഈ ഗ്രന്ഥശാലയിൽ ഞാൻ സമ്മാനം കൊടുത്ത മറ്റു മക്കളും ഉണ്ട് മികച്ച വായനക്കാരായി. അവരും നല്ല മിടുക്കികളും മിടുക്കന്മാരും ഒക്കെയാണ്. അപ്പൊ അവരും ഇതുപോലുള്ള തുടക്കങ്ങൾക്ക് ഇനി തുടക്കം കുറിക്കും. അതായത് ഇതുപോലെ ഒരു വായനാ വിപ്ലവത്തിന് അഭ്യുദയകാംക്ഷികളുടെ സഹായത്തോടുകൂടി ഇതൊരു നല്ല തുടക്കമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവരെയും കണ്ട നിറഞ്ഞ സന്തോഷം. ഇവിടെ അധ്യാപകരുണ്ട്, മോളുടെ ക്ലാസ് ടീച്ചറുണ്ട്, മുൻപത്തെ സ്കൂളിലെ HM ഉണ്ട്. എല്ലാവരും നല്ല സഹകരണമാണ്. സ്കൂളുകൾ എന്ത് കാര്യം പറഞ്ഞാലും അവർ നമ്മൾ പറയുന്നതിൽ നിന്നും ഒരുപടി മുന്നിട്ട് കാര്യങ്ങൾ ഏറ്റെടുക്കാൻ നിൽക്കുക. അതുകൊണ്ട് നമുക്ക് തമ്മിൽ ആശയപ്പൊരുത്തക്കേടില്ല. കുട്ടികളുടെ കാര്യമായാലും സ്കൂളിന്റെ കാര്യമായാലും അങ്ങനെ നിറഞ്ഞ മനസ്സോടുകൂടി ജോലി ചെയ്യാൻ കഴിയുന്നു എന്നുള്ള ഒരു സന്തോഷം. കൂടാതെ ഈ കൊച്ചുമക്കളെയൊക്കെ ചെറിയ ചെറിയ പിന്തുണ കൊടുത്ത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുവരുമ്പോൾ അവർ മുന്നിലേക്ക് വരുമ്പോൾ അതിലും വലിയ സന്തോഷം. വായിക്കാനായാലും ഒരു ക്വിസ് മത്സരത്തിന് തയ്യാറാവാനായാലും എനിക്ക് തോന്നുന്നത് 3-4 ക്ലാസ്സുകളിൽ വെച്ച് നമ്മുടെ സ്കൂളിന് ഏറ്റവും കൂടുതൽ സമ്മാനം നേടിത്തന്നത് അവളാണ്. എല്ലാ ക്വിസ് മത്സരങ്ങൾ, കടങ്കഥ മത്സരം, ഇങ്ങനെ എന്ത് മത്സരങ്ങൾ അവളെ ഏൽപ്പിച്ചാലും അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് അവരുടെ മാതാപിതാക്കളെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ സപ്പോർട്ടില്ലാതെ പറ്റില്ല. എന്നുവെച്ചാൽ കലാമ സാർ ആദ്യമായിട്ടാണ് എനിക്ക് നേതാജി ഗ്രന്ഥശാലയെക്കുറിച്ച് പരിചയപ്പെടുത്തുന്നതും
എൻ്റെ വിദ്യാലയത്തിൽ ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. പക്ഷേ അവരെ ഏറ്റെടുത്തതുപോലെ മറ്റാരും ഏറ്റെടുത്തില്ല എന്നുള്ളതാണ്. മിടുക്കിയാണ് എല്ലാ കാര്യത്തിലും. ക്വിസ് പ്രോഗ്രാം ആയാലും രചനാ മത്സരങ്ങളും എല്ലാം അവൾ മിടുക്കിയാണ്. ഇന്നും നമുക്ക് വായനാദിന ക്വിസൊക്കെ നടത്തി. അവൾക്ക് 5ാം ക്ലാസ്സിൽ അവൾക്കാണ് ഫസ്റ്റ്. അപ്പോൾ അവളുടെ ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ലൈബ്രറി ഇടാതെ. അപ്പോൾ ആഗ്രഹം സാധിച്ചു. അപ്പോൾ അതിൽ അവളുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ രക്ഷകർത്താക്കളും എന്ന് പറയാൻ പറ്റില്ല, അവളുടെ രക്ഷകർത്താക്കളും അച്ഛനും അമ്മയൊക്കെ വളരെ അവൾക്ക് സപ്പോർട്ടീവാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു സംരംഭത്തിൽ അവൾക്ക് ഒരു ലൈബ്രറി സമ്മാനിച്ചതിന് സി വി സുരേഷ് സാറിനും കുടുംബത്തിനും ആദ്യമേ തന്നെ അഭിനന്ദനം പറയുന്നു. അതുപോലെ അവൾക്ക് ഭാവിയിൽ നല്ല ഒരു ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി. ആ ഒരു സ്പാർക്ക് ലൈഫിൽ എപ്പോഴും ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഡോക്ടർ ആവുന്ന കാര്യം പറഞ്ഞല്ലോ. ചേച്ചി ചെയ്യുന്നത്, ചേച്ചി പഠിക്കാൻ പോകുന്നത് മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് എന്ന് പറഞ്ഞൊരു ഇതാണ്. അപ്പോൾ പലപ്പോഴും നമുക്കുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാൽ ഡോക്ടറിലെ സയൻസും ഹ്യൂമാനിറ്റീസും ഒക്കെ ഒരു സെപ്പറേറ്റ് ആണ്, ഒരു ബൈനറി ആണ്, അല്ലെങ്കിൽ വളരെ 2 തരത്തിലുള്ളതാണ്. അത് കൂടിച്ചേരാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ കൂടിച്ചേർന്നാൽ എന്തോ കുഴപ്പമാണ് എന്നൊക്കെ പറയുന്നൊരു ധാരണ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ തന്നെ ഡോക്ടർമാർ കുറച്ചുകൂടെ അലിവുള്ളവരാണെങ്കിൽ മനുഷ്യരെ മനസ്സിലാക്കാൻ കഥകളും കവിതകളും നോവലുകളും എല്ലാം മനുഷ്യരുടെ പല ഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ റെക്കോർഡ് ചെയ്യുന്ന ഡോക്യുമെന്റ്സ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമ്മൾ വായിക്കുന്നത് കൊണ്ട് അത് പഠിത്തത്തിന് ഡയറക്റ്റ്ലി അത് എഫക്റ്റീവ് ആയിരിക്കും. മനുഷ്യരെ വായിക്കാൻ, മനുഷ്യരെ മനസ്സിലാക്കാൻ ഒക്കെ നമുക്ക് സാധിക്കും. ആണ് ചേച്ചിക്ക് പറയാനുള്ളത്. അതിന്റെ ബെസ്റ്റ്. സി വി സുരേഷിന്റെ കുടുംബം ഇങ്ങനെ ഒരു നല്ലൊരു കാര്യം ചെയ്തതിന് സന്തോഷം. അതുപോലെ തന്നെ മോളിപ്പോ ഡോക്ടറാണെന്ന് പറഞ്ഞു. എനിക്ക് പറയാനുള്ള എന്തായാലും ആശംസകൾ. എനിക്ക് പറയാനുള്ളത് ഡോക്ടർ ആയിക്കോട്ടെ, എല്ലാ അറിവും സമ്പാദിക്കും, മാക്സിമം പഠിക്കാം. നമ്മൾ പലരും പറയും ഡോക്ടറാവണം, എഞ്ചിനീയറാണ്, അതൊക്കെ ഓക്കെ സമ്മതിച്ചു. പക്ഷേ നമുക്കിപ്പോൾ കിട്ടുന്ന എല്ലാ അറിവും സമ്പാദിക്കും. ഏറ്റവും അവസാനം ഒരു സ്റ്റേജ് എത്തും. ആ സ്റ്റേജിലെത്തുമ്പോൾ എന്ത് തോന്നുന്നു അത് ചെയ്യും. അപ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ഡോക്ടർമാർ IAS IPS ഒക്കെ ആയിപ്പോകും. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കിട്ടുന്ന എല്ലാ അറിവും പരമാവധി അറിവ് സമ്പാദിക്കും കേട്ടോ. അതിനെല്ലാവരും ആശംസകൾ. ഒന്ന് സദസ്സിന്റെ ഒരു സ്വഭാവം, രണ്ടാമത് ദിവസത്തിന്റെ ഒരു സ്വഭാവം, മൂന്നാമത് ഈ ഒരു പ്രവൃത്തിയുടെ ഒരു സ്വഭാവം എല്ലാം കൊണ്ട് ഒരുപാട് ഇമോഷണൽ ആവുന്നുണ്ട്. ഞാൻ തിരിച്ചു പിടിച്ചിട്ട് വർത്തമാനം പറയാൻ ശ്രമിക്കാം. ഇപ്പം ഇവിടെ മുന്നിലുള്ള 2 പ്രധാനപ്പെട്ട വ്യക്തികൾ പ്രയുക്ത് മാഷും സെൽവരാജ് മാഷുമാണ്. ഞങ്ങളുടെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ഈ ഒരു പ്രൈമറി മേഖലയിൽ മികച്ച അധ്യാപകർക്ക് പുരസ്കാരം നൽകുക എന്നുള്ള പരിപാടി. അതിൽ ആദ്യത്തെ പുരസ്കാരം പ്രയുക്ത് മാഷിനായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് ലഭിച്ചത് സെൽവരാജ് മാഷാണ്. അപ്പോൾ ഇവരൊക്കെ എങ്ങനെയാണ് ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ളതെന്ന് സത്യം പറഞ്ഞാൽ ഈ ഫീൽഡിൽ നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഇനിയും അത്തരത്തിലുള്ള ആദരവിന് അർഹരായ മനുഷ്യരൊക്കെ ഈ സദസ്സിൽ ഇരിപ്പുണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടെ ഓർക്കുന്നു. എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിലതൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കപ്പെടും. നേതാജി ഗ്രന്ഥശാല എനിക്ക് വായിച്ചു വളരാൻ തുടക്കം കുറിച്ചൊരു ഗ്രന്ഥശാലയാണ്. ഒരു 10-40 കൊല്ലത്തിനിപ്പുറത്ത് വീണ്ടും ജീവിതത്തിന്റെ പല ഓട്ടത്തിന് ശേഷം വീണ്ടും വന്ന് നേതാജിയിലേക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഒരു പകരം വീട്ടലാണ്. ഇവിടെ വരുമ്പോഴത്തേക്ക് വേറെ വ്യത്യസ്തമായൊരു ആശയം കൂടി എൻ്റെ മനസ്സിൽ പറയണമെന്ന് തോന്നുന്നൊരു കാര്യം. നമ്മൾ സാധാരണഗതിയിൽ ചരമദിനങ്ങളൊക്കെ ആചരിക്കുമ്പോൾ അന്നദാനം എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്യാറുണ്ട്. ഞങ്ങളിപ്പോൾ കുറേ സ്ഥലങ്ങളിലൊക്കെ അന്നദാനമൊക്കെ കൊടുത്തിട്ടൊക്കെയാണ് വരുന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കൊടുക്കുന്ന അന്നദാനം അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്ന ഈ അന്നദാന പ്രവൃത്തി പലപ്പോഴും ശരീരത്തിനുള്ള അന്നം മാത്രമായി മാറുമ്പോൾ ഒരു മാറി ചിന്തയാണ് ഇന്നിപ്പോൾ ഇവിടെ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചത്. ഈ അന്നം ശരീരത്തിന് മാത്രമുള്ളതല്ല, അത് മനസ്സിന് കൂടിയുള്ളതാണ്, ബുദ്ധിക്ക് കൂടിയുള്ളതാണ്. അതുകൊണ്ട് ഈ ചെയ്യുന്ന പ്രവൃത്തിയും വ്യത്യസ്തമായ ഒരു അന്നദാനമായി കരുതി ഒരു കാര്യമാണ്.
നേതാജിയുടെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുമ്പോഴൊക്കെ, നമ്മളിപ്പോൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് നിൽക്കുമ്പോഴൊക്കെ പ്രധാനമായിട്ട് ഓർക്കുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിൽ വലിയ അകലം ഉണ്ടാകാതിരിക്കണം എന്നുള്ളത്. നമ്മൾ പറയുന്നതേ പ്രവർത്തിക്കാവൂ, അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് പറഞ്ഞാൽ മതി. പരമാവധി ശ്രമിക്കുന്നുണ്ട്. ആ ശ്രമത്തിന്റെ ഒരു സാധ്യത കൂടിയാണ് അഫ്ലാഹ എന്നെ കാണുന്ന ദിവസം തന്നെ കയ്യിലെ ബുക്ക് എൻ്റെ കൈ തരുന്നു. പ്രജിത് മാസ്റ്റർ സാന്നിധ്യമുണ്ട്. അവൾ വായനക്കുറിപ്പ് എഴുതിയതാണ് എന്നെ കാണിച്ചത്. പിന്നെ എഴുതിയ കവിതകൾ. ഇത്തിരി നേരം വർത്തമാനം പറഞ്ഞപ്പോഴത്തേക്ക് വെറുതെ പറഞ്ഞു, എൻ്റെ ആഗ്രഹം, എൻ്റെ സ്വപ്നം വീട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഞാൻ വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ തന്നെ അടുത്ത സെക്കൻഡിൽ പറഞ്ഞു, നിനക്ക് ലൈബ്രറി ഉണ്ടാക്കാൻ ഞാനുണ്ട് കൂടെ, അത് ഉടനെ തന്നെ സാധ്യമാക്കി തരാം. 2 മാസത്തെ വായനയുടെ ഒരു മത്സരമൊക്കെ ഉണ്ടായിരുന്നു. വായിച്ച പുസ്തകങ്ങളുടെ നോട്ട് ബുക്ക് തിരിച്ചേൽപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും അത്തരത്തിലൊരു സമ്മാനത്തിന് അർഹയായതും അഫ്ലാഹ തന്നെയായിരുന്നു എന്നുള്ളതാണ് സന്തോഷം. ഇത് കൂടുതൽ സന്തോഷിപ്പിക്കുന്ന ഒരു കാര്യം. അഫ്ലാഹ ഇപ്പോൾ പഠിക്കുന്നത് പുളത്തൂർ GM UPSലാണ്. ഇവിടെ ഇരിക്കുന്ന ഞാനും കലാനാഥും യേശു ടീച്ചറും പ്രേഞ്ഞത്ത് മാഷും ഒക്കെ അവിടെ പഠിച്ചവരാണ്. അതിന് തുടർച്ചയായിട്ട് ഇപ്പോൾ വീണ്ടും സിന്ധു ഉൾപ്പെടെ അവിടെ പഠിച്ചതാണ്. 4-5 പേര് ആ വിദ്യാലയത്തിലുണ്ട്. മാഷിന്റെ അമ്മ, അച്ഛൻ എന്നിവരൊക്കെ ഞങ്ങളെ അവിടെ പഠിപ്പിച്ചതുമാണ്. അപ്പോൾ ഒരു തുടർച്ച, ഒരു ജീവിതം ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മളൊരു ചരമദിനത്തിന്റെ ഓർമ്മയും കൂടി ആലോചിക്കുന്നുണ്ട് ഇപ്പോൾ അല്ലെ. കേരളം മുഴുവൻ PN പണിക്കരെയും ഞങ്ങളുടെ കുടുംബം, ഞങ്ങളുടെ അമ്മയൊക്കെ ഓർമ്മിക്കുന്ന ദിവസം ഇതൊരു തുടർച്ചയാണ്, ഒന്നും അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. മാഷിന്റെ അച്ഛൻ കടന്നുപോയി, അമ്മ ഇപ്പോഴും വാത്സല്യത്തോടെ ഞങ്ങളെ കാണുന്നുണ്ട്. ആ സ്ഥാപനം ഇപ്പോൾ ഒത്തിരി തലമുറകൾക്ക് വിദ്യാഭ്യാസം നൽകി വീണ്ടും തുടരുന്നുണ്ട്. ഗാന്ധി മെമ്മോറിയൽ UPS അവിടെ തന്നെ വീണ്ടും അഫ്ലാഹ വന്നെത്തുമ്പോൾ ഒരു തുടർച്ചയുണ്ട്. ഞാൻ ആ GM UPSC പഠിച്ച 6ാം ക്ലാസ്സിലാണ് ഞാൻ അവിടെ വന്ന് ചേരുന്നത്. 6ാം ക്ലാസ്സിൽ പഠിച്ച ഒരു ദിവസത്തെക്കുറിച്ച് ഓർമ്മയുണ്ട്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ കുട്ടിക്കാലത്ത് വീട്ടിലൊരു ലൈബ്രറി ഉണ്ടാക്കുന്നത്. അന്ന് അതിനൊന്നും വലിയ സപ്പോർട്ടൊന്നും ഞങ്ങളുടെ പാരൻസ് തന്നിട്ടില്ല. സങ്കടപ്പെട്ട് കരഞ്ഞ ഒരുപാട് ദിവസങ്ങൾ ഓർമ്മയുണ്ട്. പിന്നെ കുറേ സ്വന്തമായി അധ്വാനിച്ചിട്ട്, ഇന്ന് രസകരമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈർക്കിൽ വിറ്റ് പുസ്തകം വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അമ്മൂമ്മ സഹായിച്ചിട്ട്, അച്ഛൻ്റെ അമ്മ സഹായിച്ചിട്ട്, ഈ ഓല ഒരുപാടുണ്ടായിരുന്നൊരു സമയമാണ്. അതിൻ്റെ ഈർക്കിലെല്ലാം ചീകിയെടുത്ത് ചൂലുണ്ടാക്കി വൈകുന്നേരം ചന്തയിൽ പോകുന്ന ആളുടെ കയ്യിൽ കൊടുത്തേച്ച് തിരിച്ചു വരുമ്പോൾ ₹1.50 കിട്ടും. അന്നത്തെ പൂമ്പാറ്റ അമർചിത്ര കഥയ്ക്ക് അതാണ് വില. അതുകൊണ്ട് അങ്ങനെ സമ്പാദിച്ച പൂമ്പാറ്റ അമർചിത്ര കഥകൾ കൂട്ടിവെച്ച് ഒരു ലൈബ്രറി ഉണ്ടാക്കി തുടങ്ങിയതാണ് എൻ്റെ 6ാം ക്ലാസ് ജീവിതം. അപ്പോഴാണ് ഒരു 4ാം ക്ലാസ്സുകാരി എനിക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറയുമ്പോൾ ഒരു ഐക്യപ്പെടലുണ്ട്. അതാണ് അപ്പൊ തന്നെ ഞാനത് പറയാനും കാര്യം. അപ്പൊ എന്തായാലും അഫ്ലാഹയുടെ എനിക്ക് ഒരുപാട്, അഫ്ലാഹ മാത്രമല്ല കേട്ടോ, ആ ലൈബ്രറിയിൽ വന്ന ഒരുപാട് ഇതിനേക്കാൾ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഭയങ്കര രസകരമായിട്ട് വായിക്കുകയും വായിച്ച കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യുന്ന കാണുമ്പോൾ എന്തൊരു സന്തോഷം എന്നറിയാമോ, കുഞ്ഞുങ്ങൾ വായിക്കുന്ന കാണുമ്പോൾ. തീർച്ചയായിട്ടും മനുഷ്യരെ വായിക്കാൻ കൂടി പറ്റട്ടെ. പുസ്തകങ്ങൾ മാത്രമല്ല, നേരത്തെ ദേവപാല പറഞ്ഞിട്ടുണ്ട്, മനുഷ്യരെയും കൂടി വായിക്കാൻ പറ്റട്ടെ. അപ്പോൾ വായിച്ച് നമുക്ക് മാഷാദ്യം പറഞ്ഞ പോലെ പ്രകാശം പറ്റുന്ന ഒരു പെൺകുട്ടി നമുക്ക് ഉണ്ടാകട്ടെ എന്നുള്ളതാണ് ആഗ്രഹം. അതിന് കൂട്ടു നിൽക്കുന്ന പാരന്റ്സിനെ പ്രത്യേകിച്ച് അഭിനന്ദിക്കുന്നു. ഈ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ആളുകളുടെ ചുമതല പഠിപ്പീരല്ല എന്നാണ് ഞാനിപ്പോ മനസ്സിലാക്കുന്ന ഒരു കാര്യം. ടീച്ചേഴ്സിന്റെ ചുമതല കുട്ടികളെ എങ്ങനെ പ്രചോദിപ്പിക്കാം, കണ്ടെത്താം എന്നുള്ളത് തന്നെയാണ്. ബാക്കി അവർ തന്നെ ചെയ്തോളൂ. ഒരുപാട് സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുണ്ട്. മെന്ററിങ്ങിന് ഏറ്റവും അധികം സാധ്യതയുള്ള ഒരു കാലമാണിത്. വാസ്തവത്തിൽ അവർ ആവശ്യപ്പെടുന്നത് സ്നേഹമാണ്, കരുതലാണ്, പരിഗണനയാണ്, അംഗീകാരമാണ്, പ്രോത്സാഹനമാണ് എന്നുള്ളതാണ്. നമ്മൾ ഈ അധ്യാപകർ ഒരുപാട് പേര് കൂടിയിരിക്കുന്ന വേദിയിലായതുകൊണ്ട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, തീർച്ചയായിട്ടും ഈ 1 മാസക്കാലത്തെ വായന മാസാചരണത്തിനിടയിൽ നിങ്ങൾക്ക് ഒരുപാട് സ്കൂളുകളിലെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെയൊക്കെ അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്താൻ കഴിയട്ടെ, പ്രോത്സാഹിപ്പിക്കാൻ പറ്റട്ടെ. തീർച്ചയായിട്ടും നമ്മുടെ മാറി വരുന്ന ഒരു സ്വിച്ചിങ് ആണ്, അല്ലെങ്കിൽ ഒരു ഷിഫ്റ്റിന്റെ ഒരു സമയമാണിത്. ടീച്ചിങ് എന്ന് പറയുന്നത് ടീച്ചിങ് അല്ല, അത് ലേണിങ്ങിനുള്ള സപ്പോർട്ട് കൊടുക്കലാണ്. മെന്ററിങ് തന്നെയാണ് വലിയ കാര്യം. പ്രിയ ടീച്ചറിനെ പോലുള്ള ആൾക്കാരൊക്കെ എത്രയോ സ്കൂളുകളിൽ അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ അഭിമാനത്തോടെയും സന്തോഷത്തോടുകൂടിയും ടീച്ചറിന്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ മനുഷ്യരും തീർച്ചയായിട്ടും ഒരുപാട് സ്നേഹം അഫ്ലാഹയോട് അറിയിക്കുന്നുണ്ട്. അഫ്ലാഹയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കേണ്ടതുണ്ടെന്ന് തോന്നുന്നു. വന്നുകൂടി എല്ലാവർക്കും നേതാജിക്ക് വേണ്ടിയിട്ടും ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കൃത്യതയും കൂടി അറിയിക്കുകയാണ്. രാജ്യഭാഷയ്ക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതേയല്ല. ഒരുപാട് പേര് അപ്രതീക്ഷിതമായിട്ടാണ് പരിഭവിക്കേണ്ട. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല, എല്ലാം കലാനാഥന്റെ പണിയാണ്. ഞാൻ അന്ന് ഉത്തരവാദിയല്ല. ഇത്രയും ആൾക്കാരെ വിളിച്ചു കൂട്ടിയതിൽ ഞാൻ ഉത്തരവാദിയല്ല. ഹരി പോലും വരുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ വെറുതെ വന്ന് കുടുംബം ഇവിടെ വന്ന് കൊടുത്തിട്ട് പോകാൻ കരുതിയത് വലിയ സംഭവമായിപ്പോയി.
ശരി, ഓക്കെ, വലിയ സന്തോഷം. ഇത് നേതാജി യുവജന സംഘ ഗ്രന്ഥശാലയിലെ വായനായനം ചങ്ങാത്ത പരിപാടിയിൽ ഞാൻ ആദ്യം പോയപ്പോൾ സുരേഷ് സാറിന്റെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ ഞാൻ ഈ കാര്യം പറയുകയുണ്ടായി. സുരേഷ് സാർ എനിക്കത് നൽകാമെന്നും പറഞ്ഞിരുന്നു. എനിക്കിപ്പോൾ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല 100-ലധികം പുസ്തകങ്ങൾ എനിക്ക് കിട്ടുമെന്ന്. ഞാൻ ഓരോ സ്ഥലത്തും പോകുമ്പോൾ എനിക്ക് അവിടെ ഇഷ്ടപ്പെട്ടുള്ള ബുക്ക് എനിക്ക് എൻ്റെ ഉമ്മായും ബാപ്പായും വാങ്ങി തരുമായിരുന്നു. അത് ഞാൻ വീട്ടിൽ വായിച്ചിട്ട് എനിക്കൊരു ബുക്കില് ഞാൻ വായനാക്കുറിപ്പുകൾ എഴുതി വെക്കുകയും ഞാൻ ഇനി പോകുമ്പോൾ സ്ഥലങ്ങളിൽ കണ്ട് കാഴ്ചകളെ കുറിച്ച് ഓരോരോ കവിതകളും എഴുതുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ബുക്കുണ്ട്, അക്ഷരം എന്നാണ് ആ വായനാക്കുറിപ്പിന്റെ പേര്. ആ അക്ഷരം ഞാൻ ഈ ഇടയ്ക്ക് നേതാജി യുവജന സംഘ ഗ്രന്ഥശാലയിൽ നൽകുകയുണ്ടായി. ഞാൻ ഈ അവധിക്കാലത്ത് വായിച്ച പുസ്തകങ്ങളുടെ വായനാക്കുറിപ്പ് സമാഹാരമാണ് ആ ബുക്കിലുള്ളത്. ഇന്ന് എനിക്ക് നൽകിയതിൽ എന്റെ ഹൃദയത്തിലുള്ള നന്ദി ഞാൻ സുരേഷ് സാറിന്റെയും നേതാജി യുവജന സംഘ ഗ്രന്ഥശാലയിലെ പ്രവർത്തകരോടും ഞാൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ എന്നെ പഠിപ്പിച്ച എന്റെ അധ്യാപകരും ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെയുള്ള എല്ലാവർക്കും എന്റെ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.